തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നുവെന്ന LDFന്റെ പരാതി. ഭീമാപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ് പരാതി ഉയർന്നത്. ഭീമാപ്പള്ളിയിലെ സ്കൂളിൽ നിന്ന് റോഷിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചത് ആരാണ്? മധു, നേരത്തെ LDF ആണ് കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഭീമാപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലാണ്. അതിൽ ബൂത്ത് നമ്പർ 200-ൽ വോട്ട് ചെയ്യേണ്ട നസീമയുടെ വോട്ട് മറ്റൊരാൾ ചെയ്തു എന്നാണ് ആദ്യ പരാതി. അതിനുശേഷം ഇപ്പോൾ പുതുതായി ഖദീജ BVS അവർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അവരുടെ വോട്ട് ഇവിടെ പോൾ ചെയ്തതായി കണ്ടെത്തി. അതിനെ തുടർന്ന് അവർ പരാതി ഉന്നയിച്ചു. അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അവർ പോളിംഗ് ബൂത്തിനകത്ത് കാത്തിരിക്കുന്നുണ്ട്. ബൂത്ത് നമ്പർ 196 രണ്ടും ഈ ഭീമാപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളാണ്. 2 ബൂത്തുകളുമുള്ളത്. ഏതായാലും നേരത്തെ അതുമായി ബന്ധപ്പെട്ട വാക്ക് തർക്കമൊക്കെ ഉണ്ടായിരുന്നു പോളിംഗ് ബൂത്തിന് പുറത്ത്. ഇത് സംഘർഷബാധിത ബൂത്ത് കൂടിയാണ്, സംഘർഷ സാധ്യതാ ബൂത്ത് കൂടിയാണ്. അതുകൊണ്ട് സായുധ സേനയുടെ സുരക്ഷയൊക്കെയുള്ള ബൂത്താണ്. പൊതുവെ വൈകിട്ട് വലിയ തിരക്കുണ്ടാകുന്ന ബൂത്തുകൾ ഒന്നാണ് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ. ഏതാണ്ട് നീണ്ട നിര പൊതുവെ കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ 72% പോളിംഗ് നടന്നു. ആ ബൂത്തിലെ ദൃശ്യങ്ങളാണ്. ബൂത്തിനകത്ത് ഇപ്പോൾ നേരത്തെ പരാതി ഉന്നയിച്ച ഖദീജ BVS അവർ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ടെൻഡർ വോട്ട് അനുവദിക്കാമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു. അങ്ങനെയാണ് ആ പരാതിയിൽ നിന്നും അവർ തൽക്കാലത്തേക്ക് പിന്മാറിയത്. പക്ഷേ നസീമ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർ പോളിംഗ് ബൂത്തിൽ നിന്ന് അല്പസമയം മടങ്ങി. നേരത്തെ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പരാതിക്ക് പിന്നാലെ ചില തർക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചത്. പിന്നീട് അവരോട് ഇവിടെ നിന്ന് LDF പ്രവർത്തകരോടും മാറാൻ പറയുകയായിരുന്നു പോലീസ്. ഏതായാലും നിലവിൽ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കള്ളവോട്ട് നടന്നു എന്ന ഏതാണ്ട് ഒരു സ്ഥിരീകരണം, ഈ വോട്ടർമാർ അവർക്ക് വോട്ടവകാശം ലഭിച്ചില്ല എന്ന സ്ഥിരീകരണം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഭാഗത്തും അത് BLOയുടെ ഭാഗത്തും ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മാധു, തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയിലെ ഒരു ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ കള്ളവോട്ട് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. LDF ആണ് പരാതി ഉന്നയിച്ചത്. എന്തായാലും അന്വേഷണം നടക്കുമെന്നുള്ളത് അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.